കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷ സംഘടനകൾ. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾ, അത് വലിയ പ്രതിഷേധങ്ങൾ, തെരുവുയുദ്ധത്തിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് പ്രതിഷേധം ഉണ്ടാകുക? കൂടുതൽ വിവരങ്ങൾ. സ്മിത ടി കെ, ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അതുപോലെ തന്നെ ബി.ജെ.പിയുടെ പ്രതിഷേധവും സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബിന്ദുവിന്റെ മകൾ നവമിയെ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട്. തുടർ ചികിത്സകൾക്ക് വേണ്ടി മാറ്റുന്നുണ്ട്. രാവിലെ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകും. അങ്ങനെ ആ സമയത്ത് ഈ ബിന്ദുവിന്റെ മകളെ വന്ന് സന്ദർശിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് ഉണ്ടാകുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസും സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആ പ്രതിഷേധങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കൂടി നമ്മൾ കണ്ടതാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയേക്കും. അത് പ്രകാരമായിരിക്കും ഒരു നടപടി അല്ലെങ്കിൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം പുറത്തു വരിക. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഷേധങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ മകൾ നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സകൾക്ക് വേണ്ടി കൊണ്ടുവരും. കഴിഞ്ഞ ജൂലൈ 1-ാം തീയതിയാണ് ബിന്ദുവും മകളും ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും പൂർണ്ണമായി ഈ ചികിത്സ പൂർണ്ണമായും ഏറ്റെടുക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജും സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ആരോഗ്യമന്ത്രി നേരിട്ട് അവരുടെ വീട്ടിലെത്തി സന്ദർശിച്ച് എല്ലാ ഉറപ്പുകളും നൽകിയിരുന്നു. എന്നാൽ അതുമാത്രം പോരാ, എല്ലാ പിന്തുണയും ജോലി അടക്കമുള്ള കാര്യങ്ങൾ നൽകണമെന്നൊരു ആവശ്യവും ഒപ്പം തന്നെ മന്ത്രിയുടെ രാജി ആവശ്യവുമാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായിട്ടും. ശരി, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും തുടരും. അതിനിടയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അപകടവുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം തന്നെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്യും. ടോബി ജോൺസൺ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോട്ടയത്ത് നിന്ന്.